ഇവിടെ വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മയുടെ വിശേഷങ്ങൾ അറിയാനായിരുന്നു ഇവക്ക് താല്പര്യം. പക്ഷെ നവീന്റെ മുന്നിലേക്ക് ചെന്നപ്പോ എല്ലാം അങ്ങോട്ട് മാറി. സിനിമ സ്റ്റൈലല്ലേ അവള് റൊമാൻറ്റിക് രംഗങ്ങളൊക്കെ അഭിനയിച്ച് തകർത്തത്. ഞാനേ അവിടെ നിന്നേ ഉള്ളൂ, അവര് പറയുന്നതൊക്കെ കേട്ടെന്നേ ഉള്ളൂ. എന്റെ മനസ്സൊന്നും അവിടെ ആയിരുന്നില്ല, എന്റെ അമ്മയുടെ അടുത്തായിരുന്നു. ഓ, അമ്മ ചാകാൻ കിടക്കുന്നത് ആലോചിച്ചിട്ടും ഇത്രയും ഭംഗിയായി അഭിനയിച്ച് ബലിപ്പിക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചു അല്ലേ? അപ്പൊ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നെങ്കില് നീ എന്റെ മുന്നിൽ വെച്ചെന്നെ നവീനെ സ്വന്തമാക്കിയനെ. മാഡം, ഇതൊക്കെ കേട്ട് നിൽക്കാനേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നീ ഇത് കേക്കണം. വെറുതെ ഒന്നും അല്ലല്ലോ, അമ്മ ഹോസ്പിറ്റലിൽ കിടക്കാണെന്നുള്ള പേരും പറഞ്ഞ് ലക്ഷങ്ങൾ എണ്ണി വാങ്ങിച്ചില്ലേ? അപ്പൊ നീ ഒരു കാവൽ പട്ടിയെ പോലെ ഇവിടെ കിടക്കണം. ഞങ്ങൾ കുരയ്ക്കാൻ പറഞ്ഞ കുരയ്ക്കണം, ആരെങ്കിലും കടിക്കാൻ പറഞ്ഞ കടിക്കണം. മനസ്സിലായോ? ഗാഥ മാഡം, കൃഷ്ണ കരുതി കൂട്ടി അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾക്കത് തോന്നില്ല. ഇവളെ നിങ്ങളെ മയക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാം കണ്ടു നിന്നത് ഞാനാ. മമ്മി, ഇനി വിവാഹത്തിന് മുന്നേ നടക്കുന്ന എല്ലാ ചടങ്ങിലും ഇവളെ കയറ്റി നിർത്തണ്ട, ഞാൻ ചെയ്തോളാം. ഇവള് കതിർമണ്ഡപത്തില് താലി കെട്ടാൻ മാത്രം നിന്നാ മതി. അങ്ങനെ ചെയ്യുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതൊന്നും ശരിയാവില്ല. താലികെട്ട് വരെയുള്ള എല്ലാ ചടങ്ങുകളിലും കൃഷ്ണ തന്നെ പങ്കെടുക്കണം. മമ്മിക്ക് എന്താ ഇത്ര നിർബന്ധം? ഇവളെ അഴിച്ചുവിട്ടാലേ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ കുടുംബവും കൊള്ളയടിച്ചിട്ട് ഇവള് പോവുള്ളൂ. മോളെ, മമ്മി പറയുന്നൊന്ന് കേക്ക്. മമ്മി ഇങ്ങ് വന്നേ. മമ്മിയോട് എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. വന്നേ മമ്മി. മമ്മി ഇങ്ങോട്ട് വരാൻ. എന്താ നിർമ്മല നിന്റെ ഉദ്ദേശം? എന്റെ മോളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണോ? ഞാൻ കരുതിയോ ഇവളാ മുറിക്കകത്ത് ചെന്ന് കേറുന്ന്. അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞ കേക്കണ്ടേ? കൃത്യസമയത്ത് ഞാൻ ചെന്നില്ലായിരുന്നെങ്കിലേ ഇപ്പൊ ചത്തേനായിരുന്നു ഇവള്. ഒരൊറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ. എത്ര നിസ്സാരായിട്ടാ മോള് ചത്തേനെന്ന് നീ പറയുന്നത്? സ്വന്തം മോളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണോ നീ ഇതൊക്കെ ചെയ്യുന്നത്? അടിക്കാൻ കയ്യോങ്ങിട്ട് അടിക്കാത്തെന്താ? നിങ്ങൾക്ക് ബഹളം വെക്കാനല്ലാതെ ചോദ്യം ചോദിക്കാനുള്ള ന്യായം മനസ്സിലില്ല അല്ലേ? എനിക്കൊരു ചെറിയ പിഴവ് പറ്റി, അതിനെന്റെ തലയിലോട്ട് കയറണ്ട. നീ ഇത് അല്ലാതെ നീ വേറെന്താ ചെയ്തിട്ടുള്ളത്? നവീന്റെ ഗാഥയുടെയും വിവാഹം മുടക്കാൻ വേണ്ടി നീ എത്ര തവണ ശ്രമിച്ചു? ഓരോ തവണയും ഗംഭീരമായിട്ട് പറയും നിർമ്മല വിചാരിച്ച ദൈവത്തിന് പോലും തടയാൻ പറ്റില്ല. എന്നിട്ട് എന്തെങ്കിലും നടന്നോ നിന്നെ കൊണ്ട് ഇതുവരെ? നിർമ്മലെ, നീ എല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ. നവീന്റെ കീർത്തിയുടെയും വിവാഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ മോളുടെ ജീവൻ സുരക്ഷിതമായിരിക്കണം. അവൻ ആര് വേണോ കെട്ടിക്കോട്ടെ, നമ്മുടെ മോക്ക് പറ്റിയ നല്ലൊരു ചെറുക്കനെ നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ടും അച്ഛൻ തന്നെ കെട്ടിയാ മതി. നാണോ ഉണ്ടോടി നിനക്ക്? ഒരാൾ ഇത്രയും അവഗണിച്ചിട്ടും അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും വേണം പെൺകുട്ടികളായ. സാമാന്യ ബോധം ഉണ്ടെങ്കിലേ 3 നേരം അതങ്ങ് വെട്ടി വിഴുങ്ങ്, വിശപ്പ് മാറും.
സമൂഹത്തിനിടയിൽ നല്ല അന്തസ്സുമായിരിക്കും. ഓ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, നവീൻ ഗാഥയുടെ കഴുത്തിൽ താലി കെട്ടുന്ന സമയം വരെ എനിക്കുള്ള സമയം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. മോളെ, നിനക്കൊന്ന് സംഭവിച്ചുകൂടാ. ഉണ്ടാകുന്ന ദുരന്തം അവൾക്ക് കൊടുക്കുന്ന പണത്തിന് പകരമാണ്. അത് അവൾ അനുഭവിച്ചു തീർത്തോണം. മാഡം ചായ. സുനന്ദ കേട്ട് കാണോ നമ്മൾ സംസാരിച്ചത്? ആ, കേട്ടല്ലെന്താ, അവളും നമ്മുടെ അടിമ തന്നെയല്ലേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാ വേണ്ട രീതിയിൽ മമ്മി അത് ഹാൻഡിൽ ചെയ്താൽ മതി.